മുത്തുമണി കൽബളെ കണ്ടോളി ഈ കടലാസം പൂവില്ലേ ഈ തൂങ്ങി കിടക്കുന്ന ചെടി ഈ മതിൽമക്ക് അത് കംപ്ലീറ്റ് വൃത്തിയിൽ വിട്ട് ഓക്കെ നമ്മൾ സെറ്റാക്കി. പിന്നെ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ വീട്ടിലേക്കുള്ള മുൻവശമാണ് ഈ കാണുന്ന പുല്ലില്ല അടിവാത്തിൽ അതൊക്കെ ചെത്തി സെറ്റാക്കുക. പിന്നെ ഉള്ളുകട കയറി കഴിഞ്ഞാൽ കണ്ടോളി ഇതിമെന്ന് 1 മീറ്റർ അകലത്തിൽ എന്ത് ചെയ്യാം ഫുള്ള് കാട് വെട്ടണം. 1 മീറ്ററിൽ ചെത്താൻ നമ്മോട് പറഞ്ഞു. വീട്ടിൽ സൽക്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണത് ഈ വീട്ടിൽ സൽക്കാരം 2 ദിവസത്തിനുള്ളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിസരവും കാര്യമൊക്കെ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒറ്റ ദിവസത്തെ വർക്കിൽ ഫിനിഷ് ചെയ്യുക. ക്ലീനിങ് ചെറിയ തോതിൽ ഉണ്ടല്ലേ. ഈ കാണുന്ന ഇനി ഈ സൈഡ് കണ്ടില്ല ഒക്കെ കണ്ടോളി മൊത്തമുള്ള ബിഫോർ കാണുമ്പോൾ നമുക്ക് ആഫ്റ്റർ കാണുമ്പോൾ ഇൻറ്റുണ്ടാവുള്ളൂ കണ്ടില്ലേ. ഇവിടെയൊക്കെ സെറ്റാക്കുക. പിന്നെ ഈ കാണുന്ന പുല്ലില്ലേ ഇവിടെ അത് ചെത്തിയിട്ട് നമുക്ക് ചില്ലി നിരത്താനുള്ള കേട്ടോ. ഇവിടെ ചില്ലി നിരത്താനുള്ളതാണ്. വീട്ടിൽ കുറച്ച് സ്ഥലം ഇൻ്റർലോക്ക് വെച്ചാത്ത സ്ഥലമുണ്ട്. അപ്പം നമ്മൾ വർക്ക് ചാട്ടാക്കി ഈ ഏരിയയിലൊക്കെ നമുക്ക് ചില്ലി നിരത്താനുള്ള. ചില്ലി നിരത്തിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും പുല്ല് കംപ്ലീറ്റ് നമ്മൾ ചെത്തി സെറ്റാക്കി കൊടുക്കണം. നമ്മൾ ഓരോ വർക്കുകളും നമ്മൾ ചാട്ടാക്കിയ മുത്തുമണികളെ കണ്ടോളി എല്ലാത്തിൻ്റെയും ബിഫോർ ആഫ്റ്റർ നമ്മൾ കാണിക്കും. ബിഫോർ കണ്ടത് മുൻവശം ഉണ്ടല്ലേ ആ കടലാസുമ്പോൾ വെട്ടി ആ മുകൾക്കുള്ള കൊമ്പ് വെട്ടണം നമ്മൾ പറഞ്ഞിട്ടോ. അവിടുന്ന് കണ്ടുള്ള മാത്രം പുല്ല് എത്തിയാൽ മതിയാണ്. അത് അതേപോലെ പറഞ്ഞ പ്രകാരം നമ്മൾ ചെത്തി മിയാക്കി ഏതാ സെറ്റ്. പിന്നെ ഇവിടെ 1 മീറ്റർ നമ്മൾ ചെത്താൻ പറഞ്ഞല്ലോ അത് ഒരു പറഞ്ഞ അതേ പ്രകാരം നമ്മൾ ചെത്തി. ഈ മതിലൊക്കെ ഓൾക്ക് കൈകാളാം കേട്ടോ. ഇത് നമ്മളെ പണി കഴിഞ്ഞാൽ ഉടനെ അന്ന് തന്നെ വന്നിട്ട് എന്ത് ചെയ്യും മതിൽ കൈകി പെയിൻ്റ് അടിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ചളിയും കാര്യമൊക്കെ. പിന്നെ മഴ പെയ്തുണ്ട് നല്ല മഴയും കാര്യമൊക്കെ ഉണ്ടായിനി. അതുകൊണ്ടാണ് ചളിപിളിയായത്. അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നമ്മോട് നിങ്ങൾ കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതും കേക്ക് കൊടുക്കും. അത് ഞങ്ങൾ വൈകുന്നേരം പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാർ വന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് കുറച്ച് മരക്കൊമ്പുകൾ അതായത് കുറച്ച് തൂങ്ങി കിടക്കണം ബുദ്ധിമുട്ടുള്ള പെരമക്കൊക്കെ തൂങ്ങി കിടക്കണം കുറച്ച് മരക്കൊമ്പുകളുണ്ട്. ഇതിൻ്റെ 2 കൊമ്പ് വെട്ടുക. അതേപോലെ ഈ കവുങ്ങിന് ബുദ്ധിമുട്ടായ 2 കൊമ്പ് വെട്ടുക. പിന്നെ ഇവിടെ ഒരു മൂച്ചുകൊമ്പ് മുറ്റത്തേക്ക് തൂങ്ങിയെടുക്കണം ഇത് വെട്ടുക. പിന്നെ ഈ മൂച്ചിക്കൊമ്പ് ഒരു 5-6 കൊമ്പ് വെട്ടുക. അങ്ങനെ പല വക പണികളാണ്. ഇതുമെന്ന് 2 കൊമ്പ് വെട്ടുക. അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കി അടിയുള്ള കൊമ്പ് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മുറ്റത്തേക്ക് തൂങ്ങി അത് വെട്ടി കഴിഞ്ഞ് നമ്മൾ അടുത്ത കൊമ്പ് കയറി വെട്ടാനുള്ള വെട്ട് തുടങ്ങി. നമ്മൾ കയറി വെട്ടിൻ്റെ പരിപാടി തുടങ്ങിയതാണ്. ആന വെട്ട് തള്ളിയിട്ട് ആന 2-3 കൊമ്പ് ഇമ്മലും വെട്ടാണ്ട് അതൊക്കെയാണ് നമ്മളെന്നത്തെ വൈബോർക്ക് മുത്തുമണികളെ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികൾ ഇത് ആഫ്റ്റർ ഉണ്ടല്ലേ മരം ഇത്ര നമ്മൾ വെട്ടാൻ പറഞ്ഞ്. പിന്നെ ഇതാ ഇവിടെ കവുങ്ങിന് ശല്യമുള്ള വെട്ടി മുകളിലത്തെ വെട്ടണമെന്ന് പറഞ്ഞ് അടിഭാഗത്തുള്ളത് വെട്ടി ഇതാ ഇവിടെ വെട്ടി. അങ്ങനെ ഓരോന്നതിൻ്റെ വെട്ടി കാണിച്ചു തരാം. ഇതിൻ്റെ 2 കൊമ്പ് പോകാൻ പറഞ്ഞ് അത് വെട്ടി. പിന്നെ ഈ ഏരിയ കംപ്ലീറ്റ് വീട്ടിലേക്കുള്ള വയ്യുണ്ടല്ലേ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചില്ലി നിരത്തണം ഉണ്ടല്ലേ. ഈ തല മുതൽ ആ തലരെ ചില്ലി നിരത്തണം. ഇൻ്റർലോക്ക് വയ്ക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് വീട്ടിലേക്കുള്ള വയ്യാണ്. അങ്ങനെ നമ്മൾ അതങ്ങ് വർക്ക് ചാട്ടാക്കി ചില്ലി നിരത്തിക്കൊണ്ട് നിൽക്കണം. അതിൻ്റെ ആ മട്ടം നിയമപരമായിട്ടുള്ള ചില്ലി വൃത്തിയിൽ നമ്മൾ നിരത്തിക്കണം. അതാണ് നമ്മൾ വെടിയൊക്കെ ഇട്ട് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇതോടെ നമ്മൾ വൈബ് അങ്ങ് ഫിനിഷ് ആയി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ ഗുഡ് ബൈ. താങ്ക് യു.